ശരീരത്തിനുമേൽ അലമാര കിടക്കുന്ന നിലയിൽ വീടിനുള്ളിൽ വയോധികയുടെ മൃതദേഹം. തിരുവനന്തപുരം നിറമൺകര സ്വദേശിനി 83-കാരിയായ രാജലക്ഷ്മിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തനിച്ച് താമസിക്കുകയായിരുന്നു രാജലക്ഷ്മി. വിവരങ്ങളുമായി ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഹരികൃഷ്ണനാണ്. ഹരികൃഷ്ണൻ, ദാരുണമായ സംഭവമാണ്. എന്താണ് വിശദാംശങ്ങൾ? കൃഷ്ണ, ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇത്തരത്തിൽ വീടിനുള്ളിൽ ഈ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ വീടിനുള്ളിൽ കട്ടിലിൽ കിടക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം. ഈ മൃതദേഹത്തിന് ഈ ശരീരത്തിന് മുകളിലൂടെ ഒരു അലമാര, വീടിനുള്ളിലെ തന്നെ ഒരു അലമാര വീണ് കിടക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇവർ ഒറ്റയ്ക്ക് ഏറെ നാളായി ഈ വിനായക നഗറിലെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. ഈ മക്കളടക്കം വിദേശത്താണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം. 2 ദിവസമായി ഈ ബന്ധുക്കളും മറ്റും ഫോൺ വിളിക്കുമ്പോൾ ഇവരെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഈ നാട്ടുകാരെ വിവരം അറിയിക്കുന്നു. നാട്ടുകാർ ഇന്ന് രാവിലെയോടുകൂടി വീടിനടുത്ത സമീപത്തെ ഈ ജനലിൽ കൂടി നോക്കിയപ്പോഴാണ് ഈ മൃതദേഹം ഇങ്ങനെ കിടക്കുന്നൊരു കണ്ടത്. തുടർന്നുടൻ തന്നെ ഈ കരമന പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഈ പോലീസ് എത്തി വാതിൽ പൊളിച്ച ശേഷമാണ് അകത്ത് കയറിയാണ് ഈ മൃതദേഹം പുറത്തെടുത്തത്. അതായത് 2 ദിവസത്തെ പഴക്കം ഈ മൃതദേഹത്തിനുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ മോഷണ ശ്രമത്തിനിടയിലാണോ ഇത്തരമൊരു തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ നൽകിയത് ഹരികൃഷ്ണനാണ്.